ഗെയിം കൺട്രോളർ ഓർഡർ ചെയ്തു, കിട്ടിയത് ജീവനുള്ള മൂർഖൻ പാമ്പ്. ആമസോൺ പാക്കിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ബംഗളൂരു സ്വദേശികളായ ദമ്പതികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. വിവരങ്ങളുമായി KV ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമ്മൾ ഒരു ആമസോണിൻ്റെയും ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ഈ പാക്കറ്റ് വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നോ അത് തുറക്കാനുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ ഈ പാമ്പൊക്കെ ആകുമ്പം ശ്രീധരൻ കേൾക്കാമോ? ആര്യ, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇങ്ങനൊരു ആമസോൺ പാക്കേജ് ബംഗളൂരുവിലെ സർജാപുരയിൽ താമസിക്കുന്ന ദമ്പതികൾക്ക് വന്നത്. അവർ മുൻപ് ഗെയിം കൺട്രോളർ ഓർഡർ ചെയ്തിരുന്നു. ആവേശത്തോടു കൂടി നേരത്തെ ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ബോക്സ് ഒക്കെ തുറക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ കണ്ടെത്തിയത്. ഏതായാലും എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ഇവർക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ ബാഗേജ് കൈമാറിയ അല്ലെങ്കിൽ ഈ കൊറിയർ കൈമാറിയ ആളുകൾ അവിടെ നിന്ന് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആമസോണിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സഹായം ആമസോണിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്നാണ് ദമ്പതികൾ പിന്നീട് പറയുന്നത്. ഏതായാലും പാക്ക് ചെയ്ത ടേപ്പിൻ കുരുങ്ങിയ നിലയിലായിരുന്നു ഈ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞ് ഉണ്ടായിരുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ ആമസോൺ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഓർഡർ ചെയ്ത സാധനത്തിന്റെ മുഴുവൻ തുകയും നൽകുമെന്നും ആമസോൺ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴും ഇവർ അനുഭവിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് കടിയേറ്റിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത ദുരന്തത്തിൽ കലാശിച്ചേനെ. അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള നടപടിയൊന്നും ആമസോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ഇവരിപ്പോൾ പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃ കോടതിയൊക്കെയായി ബന്ധപ്പെടാനുള്ള നടപടികളും ഇവർ സ്വീകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇങ്ങനെ ആമസോൺ കവറുകൾ മാറുന്നത്, നേരത്തെ നമ്മൾ ഐഫോൺ ഓർഡർ ചെയ്ത് സോപ്പ് പെട്ടി വരുന്ന സംഭവങ്ങളൊക്കെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അല്പം കടന്ന ഒരു കൈയായി പോയി. ഒരു മൂർഖൻ പാമ്പിന്റെ കുഞ്ഞിനെ ആമസോൺ കൊറിയറിന്റെ ഒപ്പം ലഭിക്കുക എന്നുള്ളത് ഏതായാലും വളരെ ഭീതി ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും. ശരി ശ്രീധരൻ.